ലെജൻഡർ കിട്ടിയിട്ട് 2017 റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഇത് നമുക്ക് 2150 കൊടുക്കാം. എൽസിന്റെ 2017 മാനുവല് വൈറ്റ് കളർ നമ്പർ ആക്കിയിട്ട് 12.4 കൊടുക്കാം. 16 മോഡല് കിട്ടാൻ 1.60 റിയർ ആയിട്ടുള്ളതാണ്. 2017 ടൂറിസ്റ്റ് സ്പോട്ട് 1,40,000 കിലോമീറ്റർ 42,000 കിലോമീറ്റർ കൂടിയ വണ്ടി. ഫസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി 88,000 കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർ വണ്ടി 2018 മോഡൽ ഫുള്ള് കമ്പനി സർവീസുള്ള. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ഒരു ക്രിസ്റ്റ ആൻഡ് ഫോർച്യൂണർ ടൊയോട്ട എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്നല്ല ഡൽഹി പോയാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അത്രയും സ്റ്റോക്ക് സിദ്ധിക്ക ഇപ്രാവശ്യം കയറിയിട്ടുണ്ടല്ലേ. എന്തൊക്കെയുണ്ട് വർത്താനം? സെറ്റാണ്. എങ്ങനെയാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോ? കഴിഞ്ഞ കുഴപ്പമില്ല, അത്യാവശ്യം വണ്ടികളൊക്കെ പോയി, കുറച്ച് വണ്ടി ബാലൻസ് ഉള്ളതുണ്ട്. ഓക്കെ, ബാക്കി എല്ലാ വണ്ടികളും പോയിട്ടുണ്ട്. കുറെ വണ്ടികൾ പോയി. ഇന്നത്തെ വീഡിയോയിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സെഡ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഒരുപാട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കയറിയിട്ടില്ലേ. ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു വാഹനമാണ്. സെഡ് ഉണ്ടോ, അതുപോലെ തന്നെ ടൊയോട്ട ഇറക്കിയ 90% കളറുകൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ജി ഉണ്ട്, വി ഉണ്ട്, ജി ഓട്ടോ ഉണ്ട്, സെഡ് ഓട്ടോ ഉണ്ട്. കളർ ക്രിസ്റ്റ വരെ നമ്മുടെ അടുത്തുണ്ട് അല്ലേ. നമ്മുടെ പ്രൈസ് എത്ര സ്റ്റാർട്ടിങ്? 10.50 തൊട്ടിട്ടുണ്ട്. 10.5 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിങ്. ഇനി ക്രിസ്റ്റകൾ മാത്രമല്ല ഫോർച്യൂണറിന്റെ വൻ കളക്ഷൻ. അത് 80,000 കിലോമീറ്റർ 82,000 കിലോമീറ്റർ ഓടി വണ്ടി ഉണ്ട്. 1.40 ഓടി ഉണ്ട്. എല്ലാ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടികൾ ഈ കാണുന്ന ഭൂരിഭാഗം ഒരു വണ്ടി വെച്ച് ബാക്കിയെല്ലാം സിംഗിൾ ഓണർ വണ്ടികൾ. ഈ 5 വണ്ടി കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി വേണമെങ്കിൽ ചെറിയ ചെറിയ വണ്ടികൾ വേറെ ഉണ്ട്, അതും ചെറിയ പ്രൈസിൽ. ഇന്നോവ നമ്പർ ആയതുകൊണ്ട് നമ്പർ ആവാനുള്ളതുണ്ട്. ഇന്റർകൂളർ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ക്രിസ്റ്റ നമ്പർ ആയതുണ്ട്. അപ്പൊ പെട്ടെന്ന് ലോണിൽ കൊണ്ടുപോകേണ്ടവർക്ക് നമ്പർ ആയ വണ്ടികൾ. ഓക്കെ, അപ്പൊ നമുക്ക് സംസാരിച്ചിട്ട് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പരിചയപ്പെടാം അല്ലെ. നമുക്ക് ആദ്യം ക്രിസ്റ്റ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്ത് ധൈര്യത്തിൽ നമ്മുടെ ഈ റോയൽ വീൽസിന് വണ്ടി എടുക്കാൻ സാധിക്കും? വണ്ടി ഫുള്ള് കമ്പനി ചെക്ക് ചെയ്യുക, വർക്ക്ഷോപ്പിൽ മെക്കാനിക്ക് ആൾക്ക് ഒരു ദിവസം വണ്ടി ആയിട്ട് വിട്ടുകൊടുക്കും, കസ്റ്റമർക്ക് വിട്ടുകൊടുക്കാം. അതെ, എങ്ങനെ വേണം ചെക്ക് ചെയ്തോട്ടെ. അതെ, അവർ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ 90% വിഷയം ഉണ്ടാവില്ല. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ തന്ന അഡ്വാൻസ് പൈസ എത്രയാണെന്ന് നമുക്ക് റിട്ടേൺ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ ഓക്കെ. അത് മാത്രല്ല നമുക്ക് ഇനി അത് മാത്രല്ല വേറെ കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് സ്റ്റാർട്ടിംഗ് ഉണ്ട്. കുറച്ച് സെഡ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് വണ്ടി ഉണ്ട്. 80,000 കിലോമീറ്റർ ഓടി, 74,000 കിലോമീറ്റർ വണ്ടി ഉണ്ട്. ഈ ഒരു പേൾ വൈറ്റ് കളർ വണ്ടി അല്ലേ, ഇത് സെഡ് ഓട്ടോമാറ്റിക് ആണ്. സെഡ് ഓട്ടോമാറ്റിക്. എത്ര മോഡല് ഇത്? 2017-18 രജിസ്ട്രേഷൻ. കിലോമീറ്റർ 82,000 കിലോമീറ്റർ. ഒരു റീപ്ലേസും ഇല്ല, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. എത്ര രൂപ? 15,90 കൊടുക്കാം. 15,90,000 വണ്ടി സെഡ് ഓട്ടോമാറ്റിക് കൊടുക്കാം. അതെ, ഇത് നമുക്ക് 14,90 കൊടുക്കാം. ഈ ഒരു വണ്ടിയിൽ ഇത് ടൂറിസ്റ്റ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. 2017 ടൂറിസ്റ്റ് സ്പോട്ട് 1,40,000 കിലോമീറ്റർ 42,000 കിലോമീറ്റർ കൂടിയ വണ്ടി. ഫസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ 14,90 കൊടുക്കാം. 14,90,000. പിന്നെ ബ്ലാക്ക് വണ്ടി, ഒരു ബ്ലാക്ക് ഉണ്ട്. 2016 മോഡല് കിട്ടാൻ 1.60 റിയർ ആയിട്ടുള്ളതാണ്. 1,60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ചെറിയ ക്ലെയിം ഉണ്ട്, ഒരു ഡോറ് മാറിക്കുന്ന അടി ചെറിയ ക്ലെയിം ചെയ്ത വണ്ടിയാണ്. ഡിവൈഡർ കയറി ഇതായതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഓഫർ പ്രൈസ് നമ്പർ ആക്കിയിട്ട് 15,90 കൊടുക്കാം. നമ്പർ ആക്കിട്ടോ? അതെ. ഓക്കെ, കേരള നമ്പർ ആക്കിയിട്ട് 15,90,000. സെഡ് ഓട്ടോമാറ്റിക് വണ്ടി. സെഡ് ഓട്ടോമാറ്റിക്, അതും ബ്രയർ കളർ ആയിട്ടുള്ള ബ്ലാക്ക് കമ്പനി കളർ അല്ലേ. അതെ, ഇതേ വണ്ടി 2016 സെഡ് ഓട്ടോമാറ്റിക് ഗ്രേപ്പ് കളർ നമ്പർ ആയ വണ്ടി. KL11 ഫാൻസി നമ്പർ. നല്ല കിഡിലൻ അലോയിൽ പുതിയ ടയറും ടൈലാമ്പ് മാറ്റിയിട്ടതാണ്. അതെ, ഒറിജിനൽ സാധനം ഇട്ടതാണ്. പിന്നെ അതേപോലെ ക്രിസ്റ്റ്യൻ അത്യാവശ്യം റയർ കളർ ആയിട്ടുള്ള മുന്തിരി കളറും വന്നിട്ടുണ്ട്. ഈ സെഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL കമ്പനി തന്നെ അലോയിൽ കൊടുക്കുന്നുണ്ട്. അതിന് അഡീഷണൽ ആയിട്ടാണ് ഈ കാര്യങ്ങൾക്ക് വേറെ ചെയ്തിട്ടുള്ളത്. 16,80 കൊടുക്കാം. നമ്പർ ആയ വണ്ടി, ഫാൻസി നമ്പർ. 16,80,000. അതെ അതെ. ഓക്കെ, അത് മാത്രല്ല വണ്ടിക്ക് ലോണും അവൈലബിൾ അല്ലേ ഈ വാഹനത്തിനൊക്കെ? ഇതിന് ലോൺ കിട്ടും. ലോൺ കിട്ടൂലേ? ഈ ബ്ലാക്കിന് കിട്ടും, ഇതിനും കിട്ടൂലേ? ഇതിനും കിട്ടും. പെട്ടെന്ന് ബാക്കിയുള്ളതിന് കിട്ടൂല എന്നല്ല, പെട്ടെന്ന് ഇത് നമുക്ക് ലോൺ പാസ്സായി കൊടുക്കാം. പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് സിൽവർ കളർ. എങ്ങനെ? 2017 സെഡ് ഓട്ടോമാറ്റിക്. 17 സെഡ് ഓട്ടോ 81,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ ഓക്കെ.
റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഇത് 2 ഗ്ലാസ് മാറിയിരിക്കുന്നത്. പിന്നെ ഡൽഹി വണ്ടി എല്ലാവർക്കും അറിയുന്നതാണ്, തീർച്ചയായിട്ടും ഗ്ലാസ് കല്ലടിച്ച് ഒന്നാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് നമുക്ക് 15,50 കൊടുക്കാം. 15 ലക്ഷം ആ റീപ്ലേസ് ഉള്ളതിന് അതിൻ്റെതായ കുറവ് വണ്ടിക്ക് കുറച്ച് കൊടുക്കും. അതെ. പിന്നെ വേറെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ വില ഒന്നും നമ്മള് ബലം പിടിച്ച ചെറിയ മാറ്റം ഉണ്ടാവും. പറയുന്നതിന് ചിലപ്പോൾ നമ്മളിപ്പോ ഇത്രയും 10-50 വണ്ടി നമുക്ക് എഴുതി വെച്ചിട്ടല്ലാതെ പറയാൻ കഴിയില്ലല്ലോ, തീർച്ചയായിട്ടും മെമ്മറി കയറില്ലല്ലോ. ഇതിന്റെ കിലോമീറ്റർ അല്ലേ? ഇത് റീപ്ലേസ് ഇല്ലാത്ത 2 വീൽ ഓട്ടോ, റീപ്ലേസ് ഇല്ലാത്ത ക്രിസ്റ്റ 2017 നമുക്ക് 12,65 കൊടുക്കാം. 12,60,000 സർവീസ് 1,43 2017 ഓട്ടോമാറ്റിക് വണ്ടി. ജി ഓട്ടോ ഓട്ടോമാറ്റിക് വാഹനമാണ്, മാനുവൽ അല്ല, G4 ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? ഓക്കെ. ഈ ഒരു വില അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. നിങ്ങൾ റീപ്ലേസ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്തോളി, അത്ര ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാം. ഇത് 2017 ജി മാനുവൽ വൈറ്റ് കളർ നമ്പർ ആക്കിയിട്ട് 12,15 കൊടുക്കാം. 12,15 കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ ഈ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഇത് 2000 ലോൺ കിട്ടും. ഇത് 2016 ജി മാനുവൽ 10,50 കൊടുക്കാം. 10.5 ലക്ഷം റുപ്യ. 16 ഇതാണ് നമ്മളെ പറഞ്ഞ വണ്ടി. 10.5 ലക്ഷം റുപ്യക്ക് വണ്ടി എന്തെങ്കിലും നമ്മൾ കുറച്ചും കൊടുക്കും അല്ലെ? ഫിക്സഡ് അല്ലല്ലോ, എന്തെങ്കിലും ചെറുതായിട്ട് നമ്മുടെ രീതിയിൽ കുറച്ചും കൊടുക്കും. ഓക്കെ. അപ്പൊ ഇനി അടുത്തായിട്ട് മുന്തിരി കളർ, ഇത് ഓട്ടോമാറ്റിക് ആണോ സെഡ്? അതെ. ഇത് അഡ്വാൻസ് കിട്ടിക്കുന്നു കേട്ടോ. ഇതിപ്പോ ഒരു അരമണിക്കൂർ അഡ്വാൻസ് കിട്ടിയ വണ്ടിയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യം നോക്കണ്ടല്ലോ, നമ്മൾക്ക് വേറെ വണ്ടികളുണ്ട്, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. നമ്മുടെ കയ്യിൽ അടുത്തതായിട്ട് വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2018 ജി മാനുവൽ 1,53,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 1,53,000 ജെനുവിന് ഹിസ്റ്ററി 12,90 നമുക്ക് കൊടുക്കാം. 12,90 മാനുവൽ. അതേ സ്ഥാനത്ത് ഇത് 2019 ആണ്, ഇത് നമുക്ക് 11,45 കൊടുക്കാം. 11,60 കൊടുക്കാം, പ്രശ്നമില്ല. 11,60. അതെ. റീപ്ലേസ് ഇത് കിലോമീറ്റർ കുറച്ചുകൂടി അധികം ഓടിക്കുന്നത്, അതിലേക്ക് കുറച്ച് കിലോമീറ്റർ അധികം ഓടിക്കുന്നത്. റീപ്ലേസ് കാര്യമൊന്നുമില്ല, മെക്കാനിക് ഒക്കെ ഒരു പ്രശ്നമില്ല. നല്ലൊരു പ്രൈസ് ആണല്ലോ. അതെ. 19 മോഡൽ. അതെ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ഈ പറഞ്ഞോണ്ട് തന്നെ അഡ്വാൻസ് കിട്ടിക്കുന്നത്. ഇത് അഡ്വാൻസ് ഇത് അഡ്വാൻസ് അല്ല, ഇത് ഫുൾ ക്യാഷ് തന്നെ അക്കൗണ്ടിൽ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി ഇവിടെ വണ്ടി വരാനോ ഒഴിവില്ല. ഇത് വീഡിയോ കോളിൽ അങ്ങനെ കണ്ട് നമ്മുടെ ഫോളോവേഴ്സിന് വണ്ടി കൊടുക്കാണ്ടാവില്ലേ? വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. ഇത് 2019 ജി ഓട്ടോമാറ്റിക് 1,12 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ് ആണ്, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം? 15,40 കൊടുക്കാം. 15,40,000 15,30 കൊടുക്കാം. ഓക്കെ. 15,30 അടിച്ചു കൊടുക്കാം. അപ്പൊ അടുത്തതായിട്ട് വീണ്ടും നമുക്ക് 2019 ഡിസംബർ 31 19 ലാസ്റ്റ് ജി ഓട്ടോ ന്യൂ ഷേപ്പ് ആക്കിയ വണ്ടിയാണ്. സിംഗിൾ ഓണർ, കമ്പനി സർവീസ് 92,000 കിലോമീറ്റർ, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇത് നമുക്ക് 15,40 കൊടുക്കാം. 15,40,000. അതെ. 2.8 ഓട്ടോമാറ്റിക്. 2.8 അല്ലേ? അതെ. G4 വരുന്ന 2.8. സാധാരണ 2.4 ആണ്. ഇന്റീരിയർക്ക് അത്ര വീഡിയോ എടുത്തോട്ടെ, അപ്പൊ കാണാലോ. നല്ല അടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ. പിന്നെ ഒരു ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്. 2.4 ആണ് അധികം വരിക. നമ്മള് ഇത് 2.8 ആണ്, ഇത് 2.4 ആണ് ഈ വണ്ടി. ഇത് 2.4 അല്ലേ? അത് എത്ര മോഡല്? ഇത് 2020 2.4 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 1,43 കമ്പനി സർവീസ്. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. അതെ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 15,90 കൊടുക്കാം. 2020 മോഡലാട്ടോ വണ്ടി. 20 മോഡൽ വണ്ടി അല്ലേ? അതെ. ഓക്കെ. 2020 ഇനിയിപ്പോ കുറച്ച് മോഡൽ കൂടിയത് വേണ്ടവർക്ക് അത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ മാത്രമല്ല ഈ മുന്തിരി 2016 1,61,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് നമുക്ക് 11,15 കൊടുക്കാം. 11,15 ലക്ഷം റുപ്യക്ക്. 2016 മോഡൽ. അതെ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് വീണ്ടും വൈറ്റ്. ഇതിന്റെ 2017 നമ്പർ ആയ വണ്ടി. ഇതില് മാറ്റിയതാണോ? ന്യൂ ഷേപ്പ് ആക്കിയ 2017 നമ്പർ ആയ വണ്ടി നമുക്കത് 12,15 കൊടുക്കാം. 12,15. അതെ. 17 കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി. അതെ. ഈ ലോൺ വേണമെങ്കിൽ നമ്പർ ആയ എല്ലാ വണ്ടിക്കും ലോൺ വേണമെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ട്, ഇറക്കി കൂടെ. ഇതിൽ ബാക്കിയുള്ള ഏത് വണ്ടി HR രജിസ്ട്രേഷൻ DL വണ്ടി ഏത് എടുത്താൽ 90% പൈസ തന്നാൽ മതി. 10% പൈസ NOC കിട്ടിയ ശേഷം മാത്രം തന്നാൽ മതി. ഡൽഹി പോലെ ഫുള്ള് പൈസ കൊടുത്ത് NOCക്ക് വേറെ കൊടുത്ത് ചെലാനുള്ളത് വേറെ കൊടുത്ത് കമ്മീഷൻ ഇത് ഒരൊറ്റ പ്രൈസ്, അതിലെല്ലോടും എല്ലാം തീർന്നു. അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്ക് പറഞ്ഞില്ല ഡീറ്റെയിൽ. ഇത് 2018 മോഡൽ 18 ജി ഓട്ടോമാറ്റിക് G4 ഓട്ടോമാറ്റിക് 1,31 കിലോമീറ്റർ 1,39,000 കിലോമീറ്റർ ഓടിയ റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് 13,50 കൊടുക്കാം. 13.5 ലക്ഷം റുപ്യ. അതെ. ഓക്കെ.
ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? ലോൺ വേണ്ടവർക്ക് നമ്പർ ആയതിനു ശേഷം ലോൺ കിട്ടും. തൽക്കാലം ഒരു മാസത്തേക്ക് തന്നെ പൈസ കാണണം, ഒരു 90% പൈസ കാണണം. പിന്നെ അവർക്ക് നമ്പർ ആയ ശേഷം ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യും, പ്രശ്നമില്ല. അപ്പൊ വീണ്ടും നമുക്ക് സെഡ് മാനുവൽ ആണിത്, വളരെ കുറച്ച് അധികം G4 മാനുവലൊക്കെ വരിക. G4 V Z മാനുവൽ ഫുൾ ഓപ്ഷൻ കിട്ടാൻ കുറച്ച് 2018 സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർ അല്ലേ, ഫുള്ള് കമ്പനി സർവീസിൽ 1,21,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 1,20 കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടാവില്ലേ? അതെ. ഓക്കെ. റീപ്ലേസ്മെന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ചെറിയ ഗ്ലാസ് മാറി, സൈഡ് ഗ്ലാസോ ഒരു ഗ്ലാസ് ഒന്ന് മാറിയ കറക്റ്റ് നോക്കണേ എന്നുള്ളത്. അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് 14,85 കൊടുക്കാം, 14,85,000 കൊടുക്കാം. സെഡ് മാനുവൽ വണ്ടി, 2018 പണിയാണ്. മൈലേജ് കുറച്ചുണ്ടാവും, ഓട്ടോമാറ്റിക് അല്ലാത്തത്. ഇന്റർകൂളർ ആട്ടോ പറഞ്ഞത്, ഇന്റർകൂളർ എഞ്ചിനാണ്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഇന്നോവകൾ ഉണ്ട്, അതേപോലെ തന്നെ താറുണ്ട്, ഗോപ്ലസ് ഉണ്ട്. ഓക്കെ. ഇതൊക്കെ എങ്ങനെ കൊടുക്കാം നമുക്ക് വണ്ടികളൊക്കെ പെട്ടെന്ന് പറയാ? 2015 V ഓക്കെ, ഇന്റർകൂളർ വണ്ടിയാണ്, സിംഗിൾ ഓണർ, 1,14 ഓടിക്കുന്നത്. നമുക്ക് 8,60 കൊടുക്കാം, 8,60,000. 2012 നമ്പർ ആക്കിയിട്ട് നമുക്ക് 6,10 കൊടുക്കാം. ഇന്നോവ നമ്പർ ആക്കിയിട്ടില്ലേ? അതെ. G4 അതെ. ഗോ പ്ലസ് 2016 ഒറിജിനൽ കേരള വണ്ടി, 2,20 കൊടുക്കാം, 2,10 കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി, മണ്ണാർക്കാട് രജിസ്ട്രേഷൻ വണ്ടി. അതെ. ഓക്കെ. 2015 ഒറിജിനൽ കേരള വണ്ടി ഡസ്റ്റർ, സിംഗിൾ ഓണർ, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. നമുക്കിത് 3,90 കൊടുക്കാം. 3,90 ഇത്രയും വലിയ വണ്ടിയോ? 2015 പൈസ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാം. ഇതൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേഗം കൊടുക്കുന്നത്. ഇതിനോട് നമ്മൾ ലാഭം എടുക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞ് മറ്റേ നോള് ക്രിസ്ത്യന്റെ നോള് ഫോർച്യൂണർ നോളു. ഇത് 2012 എത്തിയോസ് ഒറിജിനൽ കേരള വണ്ടി, വെറും 92,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള ഒറിജിനൽ കേരള റീപ്ലേസും വരാല്ലോ, ഒരു ഗ്ലാസ് വരെ മാറിയില്ല. കേരള വണ്ടി കിട്ടാൻ കുറച്ച് പണിയാണ്. ഒരു ടാക്സിക്കാർക്ക് പറ്റാം. ഇതന്നെ നമുക്ക് HR രജിസ്ട്രേഷൻ അവിടെ കിടക്കുന്നുണ്ട്, ക്യാമറ അങ്ങോട്ട് തിരിച്ചോ, അവിടെ വേറെ കിടക്കുന്നുണ്ട്. 2018 മോഡൽ കേട്ടോ. കേരള വണ്ടി എത്ര കൊടുക്കും? കേരള വണ്ടി നമുക്ക് 3,90 കൊടുക്കാം. 3,90. അതെ. 3,80 കൊടുക്കാം, നല്ല റേറ്റ് ആണ്. അതെ. ഓക്കെ. അപ്പൊ അടുത്ത 2018 ഇത് ഫുൾ ഓപ്ഷൻ എത്തിയോസ്, ഫുൾ ഓപ്ഷൻ HR രജിസ്ട്രേഷൻ വണ്ടി, 2018 1,40 കറക്റ്റ് സർവീസ് കിലോമീറ്റർ കറക്റ്റ് അറിയില്ല. ഓക്കെ. ഇത് നമുക്ക് 5,40 കൊടുക്കാം. 5,40. 2018 ഫുൾ ഓപ്ഷൻ ഡീസൽ കേട്ടോ, ടോപ്പ് മോഡല് ഫുൾ ഓപ്ഷൻ ആണ്. അതെ. ഒരു ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടി അല്ലേ? അതെ. ഓക്കെ. നല്ലൊരു പ്രൈസ്. ഇടയ്ക്ക് 2 വണ്ടി പറയാൻ മറന്നു. അതുകൊണ്ട് താറ് 2017 2.5 എസ്റ്റാബ്ലിഷിംഗ് ചെയ്ത വണ്ടി, ഹാർട്ട് ഓഫ് ചെയ്താണ്, അലോയ് വീൽ ഉണ്ട്, സൺറൂഫ് ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളുള്ള വണ്ടി. എത്ര കൊടുക്കാം? നമുക്ക് 6,50 കൊടുക്കാം. 6,50. അതെ. 2 ലക്ഷം എസ്റ്റാബ്ലിഷിംഗ് ചെയ്ത് കിട്ടോ. സൺറൂഫ് അടക്കമുള്ള വണ്ടി, സൺറൂഫ് അടക്കമുള്ള വണ്ടി, ഫോർച്യൂണർ സൺറൂഫും കാര്യങ്ങളൊക്കെ. ഫോർച്യൂണർ 2012 4x4 മാനുവൽ നമ്പർ ആയ വണ്ടി, കേരള നമ്പർ. ഇത് നമുക്ക് 9 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം രൂപ നമ്പർ ആയ 4x4 മാനുവൽ പൊട്ടിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ എക്സ്ചേഞ്ച് വന്ന വണ്ടികളാണ്, അതുകൊണ്ടാണ് എക്സ്ചേഞ്ചിന് നമ്മൾ ലാഭം എടുക്കില്ല. അത് വാങ്ങിച്ചത്ര ആ വിലക്കന്നെ കൊടുക്കും. നമ്മൾ ഓൾറെഡി മറ്റേ ലാഭം എടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ. ആണെങ്കിൽ 2 ഇരട്ട കുട്ടികളുണ്ട്. ടെറാനോ ഉണ്ട്, ഡസ്റ്റർ ഉണ്ട്, ഒറിജിനൽ കേരള വണ്ടി. ഡസ്റ്റർ വെറും 56,000 കിലോമീറ്റർ, ഒരു റീപ്ലേസ്, ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഇത് നമുക്ക് 5,90 കൊടുക്കാം. അത് 5,90 കൊടുക്കാം. ഇത് നമുക്ക് 4,30 കൊടുക്കാം. 2014 86,000 കിലോമീറ്റർ, 86,000 കിലോമീറ്റർ ഓടി. 2014 2 വണ്ടി ഫുൾ ഓപ്ഷൻ ആണ്, 2 ഡീസലാണ്, 2 റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അത്രേ ഉള്ളൂ. ഫോർച്യൂണറിലെ അതും 80,000 കിലോമീറ്റർ ഓടി വണ്ടി, 88,000 കിലോമീറ്റർ മാത്രം ഓടി. സിംഗിൾ ഓണർ വണ്ടി, 2018 മോഡൽ, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള. ടൂ വീൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി, 90% ടയർ ഉണ്ട്. ഡൽഹിയിൽ കിട്ടുമെന്ന് അന്വേഷിച്ചോളൂ നിങ്ങൾ. ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുത്തോട്ടെ. എല്ലാം ഫുള്ള് ചെക്ക് ചെയ്തോട്ടെ. ഒരു ദിവസം മുഴുവൻ നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എത്ര കൊടുക്കാം നമുക്ക്? 23,40 കൊടുക്കാം. 23,40,000. 2018 NOC നമുക്ക് കൊടുക്കാം. അതേ വണ്ടി തന്നെ 2018 ഇത് നമുക്ക് 22,50 കൊടുക്കാം. ഇതോ 22 ലക്ഷം രൂപ. 2018 സിംഗിൾ ഓണർ 2 വീൽ ഓട്ടോമാറ്റിക് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി 22,50 നമുക്ക് കൊടുക്കാം. എല്ലാം ഒറിജിനൽ. അതെ. ലെജൻഡർ കിറ്റ് 2017 റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, ഇത് നമുക്ക് 21,50 കൊടുക്കാം. എൽസിന്റെ
സ്റ്റാറിങ് കാര്യങ്ങൾക്കാണുള്ളത്. അതേപോലെ തന്നെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു ഇന്റീരിയർ കാട്ടി കൊടുക്കുക. കൊടുക്കുക. ഇത് 3.5 ലക്ഷം എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത വണ്ടിയാണ്. ലെജൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഇത് എടുക്കുന്നവർക്ക് ഇനി ഒന്നും ചെയ്യാല്ല. ഒന്നും ചെയ്യാല്ല. NOC എടുക്കുക, നമ്പർ ആക്കുക തന്നെ. അത്രേ ഉള്ളൂ. എത്ര രൂപ കൊടുക്കാം ഈ വണ്ടി? നമുക്ക് 21,50 കൊടുക്കാം. 21 ലക്ഷം രൂപ. ഇത്ര ചെയ്ത വണ്ടിക്ക് അല്ലേ? ഇത്ര ചെയ്ത വണ്ടിക്ക് ഇത്ര ചെയ്യാൻ തന്നെ 3-4 ലക്ഷം ക്യാമറ അടക്കം ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഫോർച്യൂണർ 2019 ഫോർച്യൂണർ. ഇതിന്റെ ബോണറ്റ് മാറിക്കട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,09,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 23,90 കൊടുക്കാം. 23,90,000. 2019 ടൂ വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ ഓക്കെ. NOCയിലാണ്. ഓക്കെ. അടുത്ത വീണ്ടും നമുക്ക് ഫോർച്യൂണർ 2017 ടൂ വീൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. 1,42,000 കിലോമീറ്റർ ജെനുവിൻ കമ്പനി സർവീസുള്ള റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇത് നമുക്ക് 21,40 കൊടുക്കാം. 21,40,000. ഓക്കെ. നല്ലൊരു പ്രൈസ് ആണ്. അതെ. എങ്ങനെയുണ്ട് നമ്മളുടെ ഇന്നത്തെ ഒരു കിഡിലൻ എപ്പിസോഡ്? ഡൽഹി പോയാൽ പോലും ഇത്രയും അധികം ക്രിസ്റ്റകളുടെയും ഫോർച്യൂണറിൻ്റെ ഒന്നും കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയൂല. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് വണ്ടി എങ്ങനെ വേണേലും ഒരു ദിവസം മുഴുവൻ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാല്ലേ? അത്രയും ഗ്യാരണ്ടി നമുക്ക് കൊടുത്തുവിടാം. കിലോമീറ്റർ ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി കൊടുക്കും. ഡൽഹി പോയി പറ്റിക്കപ്പെടുന്ന വിഷയമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഫുള്ള് ചെക്ക് ചെയ്യാം ജെനുവിൻ ആയിട്ട്. എങ്ങനെ നോക്കിയെടുക്കാം. അവര് പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. പ്രശ്നമല്ല. അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെതായ ചെലവുകൾ ഉണ്ടാവും. അത് വേറെ ചെയ്താൽ മതി. ലോങ്ങിലേക്കാട്ടോ. തീർച്ചയായിട്ടും പ്രശ്നമില്ല. ഈ നമ്മളെ റോയൽ വീൽസിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കോഴിക്കോട് നരിക്കുനി തന്നെ. പുതിയ ഓഫീസ് മാറ്റി പുതുതായി തുടങ്ങുമ്പോൾ 50 വണ്ടി വരെ കൊള്ളുന്നതിൽ ചെയ്തോണ്ട് ഇൻഷാ ഒരു 3 ആഴ്ച കൊണ്ട് അത് നമുക്ക് ഓപ്പൺ ആക്കാം. ഓക്കെ. അപ്പൊ അത്രയും സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, ക്രിസ്റ്റ ഫോർച്യൂണർ ഒക്കെ നോക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.